ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മണാലി ലഡാക്ക് യാത്രയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡൽഹിയിലാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ട് വരുന്ന യാത്രാ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഡൽഹി കാഴ്ചകളിലേക്ക് പോകാൻ പോവാണ്. നാളെയാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ ഡൽഹിയിൽ എയർപോർട്ടിനടുത്തുള്ള മാഹി പൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്ന കുത്തബ് മിനാറിലേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡൽഹി ലോക്കൽ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാം. ഏതായാലും ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഡൽഹിയുടെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബിരിയാണി കടയുണ്ട്. ബിരിയാണി ഒരെണ്ണം അടിച്ച് നോക്കാം. ഇതുണ്ട് വലിയ കാലത്തിനകത്ത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു. ഇതൊരു ക്വാർട്ടർ പോർഷനാണ് കേട്ടോ. നമുക്കൊന്ന് സാമ്പിൾ അടിച്ച് നോക്കിയിട്ട് ഒരു പരീക്ഷ നോക്കിയിട്ട് കഴിക്കാം. പല വർണ്ണത്തിലുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. കാരണം നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. ഇത്രയും ക്വാർട്ടർ പോർഷന് 50 രൂപ ഉള്ളൂ. സംഭവം കൊള്ളാം, നല്ല അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ കുത്തബ് മിനാറിലേക്ക് പോകാം. ബിരിയാണി ക്ലാസ് ബിരിയാണി ചെയ്ത് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുഴിമന്തിയുടെ സെയിം ടേസ്റ്റ്. പല കളറാണെങ്കിലും ആ കളർ കാണുമ്പോൾ നമുക്കൊരു മടി തോന്നുമെങ്കിലും പക്ഷേ ഈ സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചിക്കനൊക്കെ വെന്ത അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ മാഹി പൽപൂർ നേരെ പോകുന്ന കുത്തബ് മിനാറിലോട്ടാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്കലായിട്ടുള്ള പല മാർഗ്ഗങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നാമത് പുറത്ത് അതിഭയങ്കരമായ ചൂട്. പിന്നെ 2 ബസ് മാറി കയറി ഇറങ്ങണം, അല്ലെങ്കിൽ ബസ് കയറി പോയി പിന്നെ മെട്രോയിൽ കയറിയൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ പോകാനുള്ള മൂടങ്ങ് പോയി ഈ വെയിലും പൊടിയെല്ലാം കൂടെ അടിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഊബർ എടുത്ത് അവിടെ 100 രൂപയേ ഉള്ളൂ. നമുക്ക് കംഫർട്ടായിട്ട് പോയി വരാം. ഇവിടെ ഡൽഹിയിൽ കൊറോണ കേസസ് ഭയങ്കര ലോ ആണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾ മോസ്റ്റ്ലി ഒരു 80% മേളിലുള്ള ആൾക്കാരൊക്കെ വാക്സിനേഷൻ 2 വാക്സിനേഷന് കഴിഞ്ഞത് ആണെന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സാധാരണ ജീവിതം, ആൾക്കാരൊക്കെ റോഡിൽ വണ്ടി മറ്റു കാര്യങ്ങൾ ജോലി എല്ലാം ഇവിടെ സജീവമായി. അങ്ങനെ ഒരു കൊറോണയുടെ പേരിലുള്ള ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടാക്സീസ് ആയിട്ടുള്ള വണ്ടികളെല്ലാം CNG ആണ് കേട്ടോ. ഫ്യൂവൽ ഇവർ പെട്രോളോ അതുപോലെ ഡീസലോ ഒന്നും അലൗഡ് അല്ല ടാക്സികൾക്കൊക്കെ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിനേക്കാൾ കൂടുതൽ മൈലേജും കിട്ടും. എന്താ ഇതൊരു യൂണിറ്റിന് 45 രൂപയേ ഉള്ളൂ. അപ്പോൾ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു 40% ചിലവുള്ളൂ, എന്നാൽ അതിനേക്കാൾ കൂടുതൽ മൈലേജും കിട്ടും. അങ്ങനെ നമ്മൾ കുത്തബ് മിനാറിൽ വന്നേക്കുവാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് 40 രൂപ ഒരു പാസ് എടുക്കണം കേട്ടോ. ഇന്ത്യൻസിന് 40 രൂപയുള്ളൂ. ആ സമയം ഫോറിനേഴ്സിന് 600 രൂപയാണ്. അതെന്താ അങ്ങനെ സമ്പ്രദായം ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതാണൊരു മെയിൻ എൻട്രി. ഇതാട്ടോ അതിൻ്റെ ടോക്കൺ. നമ്മൾ 40 കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ടോക്കൺ തരും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഡൽഹിയുടെ ആ അഴുക്ക് പിടിച്ച കളറില്ലാത്ത ആ ഒരു രൂപത്തിനൊരു ഭയങ്കര മാറ്റം സംഭവിച്ചു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. ഒരുപാട് പക്ഷികളും അതുപോലെ അണ്ണാനും ഒക്കെ ഇതിലെ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നത് കാണാം. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് പീസ്ഫുൾ ആവുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ശരിക്കും ഡൽഹിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയെങ്കിലും അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ രാജവംശങ്ങളുണ്ടായിരുന്നു. ദില്ലി ഭരിച്ചിരുന്ന ഒരുപാട് സുൽത്താൻമാരും അവരുടെയൊക്കെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഈ കുത്തബ് മിനാറിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഒരുപാട് പേര് ഈ കുത്തബ് മിനാർ കാണാൻ വേണ്ടി വന്ന ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ മുമ്പിൽ സെൽഫിയൊക്കെ എടുത്ത് അതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചരിത്രം ഇതിൻ്റെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്വാദനത്തിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടെയൊക്കെ കൂടും. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 800 വർഷം മുമ്പത്തെ ഇവിടം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അന്ന് തൊട്ടാണ് ഇതിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത്. അതായത് 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ് ഈ കുത്തബ് മിനാറിൻ്റെ പണി തുടങ്ങി വെക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ ഒരു നില പണിയുന്നതും. ഇനി ഈ കുത്തബ്ദീൻ ഐബക്കിന്
ഈ ഒരു കോട്ട നിർമ്മിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഗോപുരം നിർമ്മിക്കാനുള്ള പ്രചോദനം എന്താണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പുറകോട്ട് പോകും. അവിടെയാണ് നമ്മൾ ഗോറി സാമ്രാജ്യത്തെ പറ്റി അറിയേണ്ടത്. അതായത് ഗോറി സാമ്രാജ്യം നിലനിന്നിരുന്ന അഫ്ഗാനിസ്ഥാനിലൊക്കെ പണ്ട് ഇതേ മോഡലിലുള്ള ഒരുപാട് ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് കുത്തബ്ദീൻ ഐബക്ക് ഈ ഗോപുരം ഇവിടെ പണിയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തബ്ദീൻ ഐബക്ക് പണ്ട് ഗോറി സാമ്രാജ്യത്തിലെ ഒരു സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നെന്നും അടിമയായിരുന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് ദില്ലി സുൽത്താനായി മാറുകയും ഇവിടെ വന്നിട്ട് അതേ മോഡലിലുള്ള ഒരു ഗോപുരം പണിയുകയും ചെയ്തത്. അതാണ് ഈ കുത്തബ് മിനാറായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് 800 വർഷം മുമ്പുള്ള കഥയാകട്ടോ. പിന്നീട് അതിന് ശേഷം 1199 അദ്ദേഹം ഇതിനെ പണി തുടങ്ങിയെങ്കിലും 1229 ഇൽത്തുമിഷ് സുൽത്താനാണ് ഇതിൻ്റെ ബാക്കിയുള്ള 4 നിലകളോട് പണി പൂർത്തീകരിച്ചത്. അങ്ങനെ ഈ കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷവും ഭൂകമ്പം കൊണ്ടും ഇടിമിന്നലും കൊണ്ടൊക്കെ ഒരുപാട് തവണ ഇതിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഡൽഹി സുൽത്താൻമാരായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അലാവുദ്ദീൻ ഖിൽജി, അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്ക്, ഇബ്രാഹിം ലോധി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വീണ്ടും അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് 1326 കാലഘട്ടങ്ങളിലാണ് ഇത് ഇടിമിന്നലേറ്റ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം നശിച്ചു പോവുകയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു മാർബിൾ പതിച്ചെന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത് ഒരു പുരാതന ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ ഒരു തികഞ്ഞ കലാസൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കലാനിർമ്മിതിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്ര ഭംഗിയായിട്ടാണ് ഈ സംഭവം ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൻ്റെ നേരെ ചോട്ടി നിൽക്കുവാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് കുത്തബ് മിനാറിൻ്റെ ആദ്യത്തെ നില, അതായത് കുത്തബ്ദീൻ ഐബക്ക് പണി കഴിപ്പിച്ച ആദ്യത്തെ നിലയാണ് ഈ കാണുന്നത്. ഇതിൽ മാത്രമാണ് ഈ അറബി വാചകങ്ങളൊക്കെ കുത്തിവെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു മെലിഞ്ഞ ഒരു ഗോപുരമായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ താഴെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതൊരു ഭയങ്കര ഭീമാകാരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നല്ല വീതിയുണ്ട്. ഏകദേശം ഈ ചോട്ടിലെ വ്യാസം എന്ന് പറയുന്നത് 14.3 മീറ്ററാണ്. അതുപോലെ ഇതിൽ ഏറ്റവും മേളിൽ വരുമ്പോൾ ആ വ്യാസം 2.7 സംതിങ് ആയിട്ട് കുറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. പിന്നെ ഈ കുത്തബ് മിനാറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ, അതായത് ഇതിൻ്റെ ഈ ബേസ്മെൻറ്റ് കാണുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ പുരാതന ഇസ്ലാമിക് വാസ്തുകലയുടെ ഒരു രീതിയാണ്. അതായത് ഇങ്ങനെ ഒരു മട്ടകോണും പിന്നെ ഈ ഒരു വൃത്തത്തിൻ്റെ കുറച്ച് ഭാഗവും, ഇതിന് ചാപം എന്ന് പറയും. അതായത് ഈ മട്ടകോണും ചാപവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചുവടാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അതായത് 8 ചാപവും 8 മട്ടകോണും വരുന്ന ഒരു ഡിസൈനാണ് ആ ഒരു ഇസ്ലാമിക് വാസ്തു ശില്പകലയുടെ ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിഹ്നം എന്ന് പറയുന്നത്. പക്ഷേ ഈ കുത്തബ് മിനാറിൻ്റെ ചുവട്ടിൽ വരുമ്പോഴത്തേനും 8 എന്നുള്ളത് 12 ചാപവും അതുപോലെ 12 മട്ടകോണും ചേരുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ ചുവട്ടിലുള്ളത്. പിന്നെ മേളിലേക്ക് പോകുമ്പോൾ ഇതിന് മട്ടകോൺ ഒഴിവാക്കിയിട്ട് ആ ചാപം മാത്രം, ആ ചാപത്തിൻ്റെ മേളിൽ വരുമ്പോൾ ചാപം ഒഴിവാക്കിയിട്ട് മട്ടകോൺ മാത്രം, പിന്നെ അതിൻ്റെ മേളിലേക്ക് പ്ലെയിൻ ആയിട്ട്, അങ്ങനെ പല രീതിയിലാണ് മേളിലേക്ക് പോകുന്നത്. ഏതായാലും ബേസ്മെൻറ്റ് ആ ഇസ്ലാമിക രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്തൂടെ 399 സ്റ്റെപ്പുകൾ, 399 സ്റ്റെപ്പുകൾ വഴി ഇതിൻ്റെ മേളിൽ വരെ കയറി പോകാമായിരുന്നു. പിന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടാകും, ഒരുപാട് അപകടങ്ങളുണ്ടായ സമയത്ത് ആ മേളിലേക്ക് കയറുന്ന പരിപാടി ഇവിടെ നിർത്തിയതാണ്. പിന്നീട് ഇതിന് മേളിലേക്ക് ആരെയും കയറ്റിയിട്ടില്ല. നമ്മുടെ ആധുനിക വാസ്തുകലയിൽ ഇതേ ഒരു നിർമ്മാണ രീതി ഉപയോഗിച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. മലേഷ്യയിലുള്ള പെട്രോണസ് ടവറിൻ്റെ ഒരു നിർമ്മിതിയും ഇതേപോലത്തെ ഒരു ഡിസൈനാണ്. എന്തായാലും കുത്തബ് മിനാറൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണ്ട കേട്ടോ. മുമ്പ് ഒരിക്കൽ ഞാൻ വന്നതാണ്, അതിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ കുത്തബ് മിനാറിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഒരു മോസ്ക് ആയിരുന്നു. ഖൂവത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് ആയിരുന്നു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി ഒരു 1311 കാലഘട്ടത്തിൽ ഇത് പുതുക്കി പണിത കൂട്ടത്തിൽ അദ്ദേഹം ഇതിലേക്ക് തെക്ക് ഭാഗത്ത് നിന്ന് പണിത ഒരു കവാടമാണ് ഈ അലൈ ദർവാസ എന്ന് പറയുന്ന ഈ കാണുന്ന കവാടം. ഇതെന്ന് പറഞ്ഞാൽ സത്യമായതുണ്ടോ, ഇതിൻ്റെ ഓരോ ചുവട്ടിൽ പോരുന്നുണ്ടോ, ഓരോ ചുവട്ടിൽ പോലും അത്രയും ഭംഗിയായിട്ടുള്ള പണികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര സൗന്ദര്യമുള്ള കലാസൃഷ്ടി തന്നെയാണിത്. ഇതാണ് ഇതിൻ്റെ മുമ്പുവശം, അലൈ ദർവാസയുടെ മുമ്പുവശം ഇതാണ് തെക്ക് ഭാഗം. നമ്മൾ നേരത്തെ കണ്ട മോസ്കിൻ്റെ തെക്ക് ഭാഗം ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പണിത ഒരു കവാടമാണ് ഈ അലൈ ദർവാസ എന്ന് പറയുന്നത്. ഇതും ഒരു പുരാതന ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ ഒരു തികഞ്ഞ കലാസൃഷ്ടിയായിട്ട് വേണം നമുക്ക് പറയാം. ഇതുണ്ട്, ഇത് ഓരോ ഭാഗത്തും അത്രത്തോളം കൊത്തുപണികളും കാർവിങ്സും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ സൃഷ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓരോ സുൽത്താന്മാർ പണി കഴിപ്പിച്ചെങ്കിലും ഇത് പണിത ശില്പി ആരാണെന്നുള്ള കാര്യം കൂടി ഇവിടെ എഴുതി വെക്കേണ്ടതായിരുന്നു. കാരണം ചരിത്രത്തിൽ അവരൊക്കെ മറഞ്ഞുപോയി. ഈ പണിയിപ്പിച്ച സുൽത്താന്മാർ മാത്രമേ ഉള്ളൂ.
നമുക്കറിയുന്നവരുള്ളൂ. ഇതിലൊക്കെ നമ്മളിങ്ങനെ സ്പർശിക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിൽ കൂടെ ആ 700 വർഷവും അന്നത്തെ ആ ഒരു സുൽത്താൻമാരുടെ കാലഘട്ടമൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകണം. കണ്ടോ, ഇവിടെ കുറച്ച് കേടുപാടുകളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 700 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 700 വർഷം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു നിർമ്മിതി 700 വർഷം തികയ്ക്കുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇത് ഇത്രയും ഒരു മൺകല്ലിൽ നിർമ്മിച്ചിട്ട് പോലും അതാണല്ലോ എത്രയും ക്വാളിറ്റിയോടുകൂടി എത്ര കൃത്യമായിട്ടാണെന്ന് നോക്കി പണിതേക്കുന്നത്. അത്ര ക്വാളിറ്റിയുള്ള വർക്കും കൂടെ ആട്ടോ ഇത്. അത്ര കലാകാരനായിട്ടുള്ള കലയോട് താല്പര്യമുള്ള ഒരു ശില്പിക്ക് മാത്രമേ ഇത്രയും നല്ലൊരു നിർമ്മിതിയൊക്കെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. അവരുടെ പേരും കൂടെയൊക്കെ സത്യം പറഞ്ഞാൽ എഴുതി വെക്കേണ്ടതാണ് ഇവിടെയൊക്കെ അല്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൂവത്തൂർ ഇസ്ലാം മോസ്കിൻ്റെ നടുമുറ്റത്താണ് കേട്ടോ. അന്ന് എത്ര പ്രൗഢമായിട്ട് നിന്നിരുന്ന ഒരു മോസ്കായിരിക്കും ഇതല്ലേ. ഇന്നിപ്പോൾ തകർന്ന് ഇതിനെല്ലാം ഭാഗങ്ങളെല്ലാം കുറേശ്ശെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് വളരെ പ്രൗഢമായിട്ട് നിന്നിരുന്ന അലാവുദ്ദീൻ ഖിൽജി അന്ന് പുതുക്കി പണിത വലിയതാക്കി പണിത ആ ഒരു മോസ്കിൻ്റെ നടുമുറ്റമാണ് ഈ കാണുന്നത്. അതിൻ്റെ നടുക്കുണ്ടായിരുന്ന ഒരു അയൺ പില്ലറാണ് ഈ കാണുന്നതൊക്കെ. ഒരു അയൺ സ്തൂപികയാണ്. ഇവിടെ നമുക്ക് നല്ല കുത്തബ് മിനാർ നല്ല വൃത്തിയായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ നമുക്ക് തോന്നുന്നൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. നമ്മുടെ ഇന്ത്യയുടെ ഇത്രയും മനോഹരങ്ങളായിട്ടുള്ള ഇത്രയും പ്രൗഢമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നൊരു അഭിമാനം തോന്നും. ആകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ താഴെ നിന്നുള്ള ലൈറ്റ് തെളിയിക്കും. അങ്ങനെ ലൈറ്റ് തെളിഞ്ഞ് കുറച്ചുകൂടെ ഇരുട്ടി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ തൂണേ കൂടെയൊക്കെ അടിയിൽ കൂടെ ലൈറ്റുണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ തെളിയിച്ചേക്കുവാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് പോലെയാണ്. നല്ല ലോണൊക്കെ വെച്ച് പിടിപ്പിച്ച നല്ലൊരു സ്ഥലമാണ്. ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണിത്. ഇതിനകത്തൂടെയൊക്കെ നമുക്ക് നടക്കാം കേട്ടോ ഒരിക്കൽ. പിന്നെ അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച അത് അലൈ മിനാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണിയാൻ ഉദ്ദേശിച്ച ഇതുപോലെ തന്നെ നമ്മുടെ കുത്തബ് മിനാർ പോലെ തന്നെ ഒരു ഗോപുരമുണ്ട്. പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അപ്പം അതിൻ്റെ ബാക്കിയാണ്, അത് പണി തുടങ്ങി വെച്ച ആ ഒരു സംഭവമാണത് ഈ കാണുന്നത് അലൈ മിനാർ. പിന്നെ ഈ കുത്തബ് മിനാറിനോട് ചേർന്ന് കാണുന്ന ഈ ഭാഗങ്ങൾ ശരിക്കും ഇൽത്തുമിഷാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. ഇതുണ്ട്, എക്സ്റ്റൻഷൻ ബൈ ഇൽത്തുമിഷ് എഴുതി വെച്ചിട്ടുണ്ട്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ് അദ്ദേഹമാണ് ഈ ഒരു കോട്ടയ്ക്കുള്ള എക്സ്റ്റൻഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ്റ്റൻഷനൊക്കെ വന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ കുത്തബ് മിനാർ ഒന്ന് കണ്ടു. ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകോട്ട് സഞ്ചരിച്ചു. വളരെ വിശദമായി തന്നെ ഇതിൻ്റെ പരിസരത്തുള്ള നിർമ്മിതികളും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതിനോട് ചേർന്ന കുറേ വിവരങ്ങളൊക്കെ നിങ്ങളേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ലഡാക്ക് മണാലി യാത്രയുടെ ഭാഗമായിട്ടാണിത്. ഒരുപാട് നല്ല കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് ഇനി കുറച്ച് കാഴ്ചകൾ ഡൽഹിയിൽ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയമുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ സമയം 6 മണിയായി. നാളെ രാവിലെ നമുക്ക് ആഗ്രയിലേക്ക് പോകാനുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഗേറ്റിലൂടെ പോയി കാണാം. രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കൂടുതൽ നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.